അങ്ങനെയാണ് അയാളുടെ കഥ പറയുന്നത്. അയാൾക്കും അങ്ങനെ തന്നെയാണ്. ശിവനെ തപസ്സിത് പ്രത്യക്ഷപ്പെടുത്തി, ശാന്തിക്കല്ല. എന്നിട്ട് അദ്ദേഹം വരം വാങ്ങിയത് എന്താ? ആരുടെ തലയിലാണോ കൈവയ്ക്കുന്നത് അയാൾ ഭസ്മാവണമെന്നാണ്. ഇങ്ങനെ ഭൗതികമായിട്ടുള്ള നേട്ടം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അദ്ദേഹം പ്രത്യക്ഷപ്പെടുത്തി ശിവനെ. ശിവൻ പിന്നെ എവിടെ പോകുമ്പോഴും വിത്ത് ഫാമിലിയാണല്ലോ. പാർവതിയും കുട്ടി വന്നു, സുബ്രഹ്മണ്യനും ഗണപതി എല്ലാവരും ഉണ്ട്. എന്താ അങ്ങേക്ക് വേണ്ടു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടത് എന്താ ചോദിച്ചാൽ ഇപ്പം ഒരു വരം വേണം. എന്ത് വരം വേണ്ടു? ഞാൻ ആരുടെ തലയിലാണോ കൈവയ്ക്കുന്നത് അയാൾ ഭസ്മാവണം. ഇപ്പം ശിവൻ പറഞ്ഞു, സ്വതവേ നമ്മളൊക്കെ കൈവച്ചിട്ട് നേരെ വരണം എന്നാണ് പ്രാർത്ഥിക്കുക അല്ലേ? നല്ലത് വരട്ടെ ഈശ്വര, അങ്ങനെയല്ലേ പറയാ. ഭസ്മാവാൻ ഇപ്പം അതിനിപ്പോൾ എന്നെ പ്രത്യക്ഷപ്പെടുത്തണോ? പുരാശ്വരന്ന് വാങ്ങാൻ കിട്ടും ഭസ്മൊക്കെ. ഇതിനിപ്പോൾ എന്നെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ? അങ്ങേക്ക് തരാൻ പറ്റുമല്ലേ? ശരി, തഥാസ്തു, അങ്ങനെ ആവട്ടെ. കിട്ടിയ ഉടനെ അദ്ദേഹം ചോദിക്കുക, ഇത് ഫലിക്കുമോ നോക്കണേ. ഇയാളെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതല്ലേ ഇപ്പോൾ പ്രശ്നമായത്. തന്നെ ഒരു വിലയില്ല, ബഹുമാനമില്ല, ഒന്നുമില്ല. ഇത് ഫലിക്കുമോ ചോദിച്ചു. പരമശിവൻ പറഞ്ഞു, എന്താ സംശയം, താൻ എന്താ അങ്ങനെ ചോദിക്കണോ? ഇത് ഫലിക്കാണ്ടിരിക്കുമോ? ഫലിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങൊന്ന് തല കുനിക്കും, ഞാൻ നോക്കട്ടെ. എങ്ങനെയുണ്ട്? കൊടുത്ത ആളെ തന്നെ ഭസ്മാക്കാൻ നോക്കുകയാണ്. ശിവൻ പറഞ്ഞു, ഞാൻ തല കുനിച്ചാൽ എൻ്റെ തലയിൽ താൻ കൈവച്ചാൽ ഞാൻ ഭസ്മാവില്ലേ? ഭസ്മാവും. ഞാൻ ഭസ്മായ പാർവതിക്കാരുള്ളത് ഞാൻ ഉണ്ട്. അത് വിഷമം. ആ ഉദ്ദേശമാണ് നോക്കണേ. ഗൗരി ഹരണലാലസ വേറെന്തോ വരം വാങ്ങാൻ ഉദ്ദേശിച്ച ആളാ അദ്ദേഹം. പാർവതിയെ കണ്ട സമയത്ത് ഈ വരം വാങ്ങി. എങ്ങനെയെങ്കിലും ഇനി മറ്റൊന്നും വേണ്ട, പാർവതിയെ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം, അതിനുവേണ്ടി ശിവനല്ലാണ്ടാക്കണം, അതിനു വേണ്ടിയിട്ട് ഈ വരം വാങ്ങിയത്. ഹൃദയശുദ്ധി ഉണ്ടായോ? അതാ ചോദ്യം. ഉണ്ടായോ? ഭഗവാനെ തപസ് ചെയ്തിട്ട് പോലും ഹൃദയശുദ്ധി ഉണ്ടായില്ല. കാരണം ഭൗതിക നേട്ടം മാത്രമേ ഉള്ളിലുള്ളൂ. ഹൃദയം ശുദ്ധാവണില്ല. കൊടുത്ത കൈ കൊണ്ട് എടുക്കേണ്ട കരുതി ശിവൻ അവിടെ നിന്ന് അങ്ങോട്ട് ഓടി. പാർവതി അപ്രത്യക്ഷമായി. ശിവൻ്റെ പിന്നാലെ ദേഹവും പോയി. വൈകുണ്ഠത്തിലേക്ക് പ്രവേശിച്ചു. ഭഗവാൻ പുറമേക്ക് വന്ന് തൻ്റെ വേഷം ഒന്ന് മാറ്റി. എങ്ങോട്ടാ പോണു ചോദിച്ചു പ്രകാശനോട്. അദ്ദേഹം പറഞ്ഞു, സമയമില്ല, നിൽക്കൂ. അങ്ങനെ സമയമില്ല പറയുമല്ലോ. ഇങ്ങനെ ഓടി തളരണ്ട, ഒരു ഭാഗത്ത് കുറച്ച് വെള്ളം കുടിച്ച് പോവാം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തി. ഭഗവാൻ അങ്ങോട്ട് ബ്രെയിൻ വാഷ് ചെയ്യാണ്. അയാളോട് ചോദിച്ചു, എന്താ കാര്യം? ഞാൻ ശിവനെ അന്വേഷിച്ചിറങ്ങിയതാ. എന്താ വിഷയം? ശിവനൊരു വരം തന്നിട്ടുണ്ട്. എന്ത് വരം? ആരുടെ തലയിലാണോ കൈവെക്കുന്നത് അയാൾ ഭസ്മാവും. നല്ല തന്നെ. ശിവനൊക്കെ പറഞ്ഞാൽ നടക്കുമോ? അത് വിചാരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് പണ്ടൊരു ശാപം കിട്ടിയിട്ടുണ്ട്, അങ്ങ് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവും, ദക്ഷൻ്റെ ശാപം. അതിനുശേഷം പിന്നെ ഫലിക്കൊന്നുമില്ല. പിന്നെ അങ്ങനെ പണ്ടത്തെ ശീലത്തിന് ശാപം കൊടുത്തും വരം കൊടുത്തും നടക്കുന്നല്ലാണ്ട് ഒന്നും ഫലിക്കില്ല. ഇത് പറയണ ശിവനെ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. തലയെ കൈവച്ച ഭസ്മാവുന്നല്ലേ? അതിന് തല അങ്ങയുടെ കയ്യിലുണ്ടല്ലോ, കയ്യുണ്ട്. വെച്ചു നോക്കൂ. കയ്യില്ലേ? തലല്ലേ? വെച്ചു നോക്കൂ. വെച്ചു നോക്കൂ. ഒന്നും ഉണ്ടാവില്ല. വെച്ചു. അതെല്ലാം കൂടി ആ വെണ്ണീര് വാരി ഒരു മുടത്തിൽ ഇട്ടു. എന്നിട്ട് വിളിച്ചു പരമശിവനെ. വിളിച്ചോളൂ, പരമശിവ വന്നോളൂ. മൃഗാസുരൻ അവിടെ അങ്ങ് നനഞ്ഞ് കുറി തൊട്ടോളൂ, നനച്ചിട്ട്. വൈകുന്നേരത്തേക്ക് ഭസ്മായി. ഇത്രയേ ഉള്ളൂ. ഇതാണ് മൃഗാസുരൻ്റെ കഥ. എന്തിനപ്പോൾ കഥ പറഞ്ഞത് ചോദിച്ചാൽ, താമസികമായിട്ടും രാരസമായിട്ടും ഉപാസിക്കരുത് എന്നാണ്. അങ്ങനെയും ഭഗവാനെ ഉപയോഗിക്കാം നമുക്ക്. ഭാഗവതമൊക്കെ അങ്ങനെ എടുക്കാം. ഭാഗവതം കൊണ്ട് തന്നെ നേട്ടങ്ങൾ അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ആവാം. തെറ്റൊന്നുമില്ല, അതേപോലെ ആവുന്നേ ഉള്ളൂ. ഭസ്മായില്ലയോ? അദ്ദേഹം പറഞ്ഞതൊക്കെ കിട്ടി. അങ്ങനെയല്ല വേണ്ടത്. പിന്നെന്ത് ചെയ്യണം? അത് ഈശ്വര സദ്ബുദ്ധി ഉണ്ടാവണേ ആണ്. സംസാരസാഗരേ മഗ്നം, അതാണ് നമ്മളെ പ്രാർത്ഥന. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. അങ്ങനെ രക്ഷിക്കണേ, ഈ അവിവേകത്തിൽ നിന്ന്, അജ്ഞാനത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥന. അതായ പിന്നെ വേറെന്താ? ഒന്നും വേണ്ട പിന്നെ. അതുകൊണ്ട് സാത്വികമായിട്ട് ഉപാസിക്കണം. അങ്ങനെയാകുമ്പോഴോ ഹൃദയശുദ്ധി ഉണ്ടാവും, തത്വാർത്ഥങ്ങളൊക്കെ ഗ്രഹിക്കാൻ സാധിക്കും. ഉള്ളത് ആനന്ദം മാത്രം, വേറൊന്നുമില്ല എന്ന് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ചോദ്യം, സത്വഗുണം കൂടെ ആർക്കാ? പണ്ടീ സംശയം ഉണ്ടായല്ലോ. സരസ്വതി നദീതീരത്തുള്ള ഋഷീശ്വരന്മാർക്ക് ഈ സംശയം ഉണ്ടായി, ആർക്കാ സത്വഗുണം കൂടാന്ന്. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ക്ഷമ ആർക്കുണ്ട് നോക്കിയാൽ മതി. ദേഷ്യപ്പെടാത്ത ആൾക്ക് സത്വഗുണം കൂടും. ദേഷ്യം ഇല്ലാണ്ട് നോക്കിയാൽ മതി. നമുക്ക് തോന്നാറുണ്ട് സത്വഗുണം കുറച്ച് കൂടി, വലിയ ഭാഗവതമൊക്കെ കേൾക്കണമുണ്ടാവും. എന്താ അറിയില്ല, ഒട്ടും ദേഷ്യമില്ല അല്ലേ? ഒട്ടുമില്ലല്ലോ, ഒട്ടുമില്ല. ലേശം, ഒട്ടും കുറച്ച് ലേശം പോലും തന്നോടല്ല ഇല്ല പറഞ്ഞത്. ഇതാണ് നമ്മളെ കഥ. ഒരു 4 പ്രാവശ്യം ചോദിച്ചാൽ ദേഷ്യപ്പെടും. ദേഷ്യമില്ല എന്ന് ദേഷ്യപ്പെടും കൊണ്ടാണ് പറയണത് തന്നെ കഥ. അപ്പം സത്വഗുണമുള്ളവർക്ക് ദേഷ്യം വരില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ദേഷ്യപ്പെടാത്ത ആളെ നോക്കിയാൽ മതിയല്ലോ. ഭൃഗുമഹർഷിയെ ഏർപ്പാടാക്കി നോക്കാനായിട്ട്. അദ്ദേഹം ആകുമ്പോൾ എല്ലാവരായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ആരുടെയും പക്ഷം പിടിക്കില്ല. ബ്രഹ്മാവിൻ്റെ മകനാണ്, ശിവൻ്റെ സഹോദരനാണ്, വിഷ്ണു ഭഗവാന്റെ അമ്മായച്ചനാ, ലക്ഷ്മിയുടെ അച്ഛനാ. അതുകൊണ്ട് എന്നാൽ പിന്നെ അദ്ദേഹത്തെ ഏർപ്പാടാക്കി. അദ്ദേഹം പോയി ബ്രഹ്മദേവൻ്റെ അടുത്തെത്തി. ബ്രഹ്മദേവൻ വലിയ സന്തോഷമായി. കയറി ബ്രഹ്മദേവൻ്റെ അടുത്തിരിക്കാൻ പുറപ്പെട്ടു. ബ്രഹ്മദേവൻ കണ്ണുരുട്ടി. ഒപ്പരിക്കാൻ മാത്രമായോ? മാർക്കിട്ടു 100 0. അഭിമാനമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒപ്പരുന്നാന്താ, അതല്ലേ ഉള്ളൂ.
നേരെ പരമശിവൻ്റെ അടുത്തേക്ക് പോയി. പരമശിവന് വലിയ സന്തോഷമായി. തൻ്റെ സഹോദരനല്ലേ കെട്ടിപ്പിടിക്കാനായിട്ട് ഓടി വന്നു. ചുടലപ്പറമ്പൊന്ന് എണീറ്റ് വരും, കുളിക്കൂല്ല, വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞു. പരമശിവൻ മൂന്നാമത്തെ കണ്ണങ്ങോട്ട് തുറക്കാൻ പുറപ്പെട്ടു. അപ്പോഴേക്കും പാർവതി വന്ന് പറഞ്ഞു, മാർക്ക് ലിസ്റ്റ് കണ്ടു. അദ്ദേഹം പേപ്പറൊക്കെ ഇട്ട് വരികയാണേ. എന്തായാലും മാർക്കിട്ട് കഴിഞ്ഞു, 100-0. നേരെ അങ്ങോട്ട് പോയി വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക്. പാലായിൽ കിടന്നുറങ്ങുകയാണ് അദ്ദേഹം. തന്നെ കണ്ട് എണീക്കാണ്ട് കിടക്കുകയാണെന്നുള്ള മട്ടിൽ ഓടി വന്ന് ഭൃഗു മഹർഷിക്ക് ദേഷ്യമുണ്ടായി. ഹൃദയത്തിലൊരു ചവിട്ടം കണ്ട് കൊടുത്തു. ചവിട്ട് കിട്ടിയപ്പോഴാണ് ഭഗവാൻ ഞെട്ടി ഉണരുന്നത്. എന്നിട്ടോ തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു. ആരെ? ഈ ചവിട്ടിയ ആളെ തന്നെ. അതാണ്ടായത്. സ്വതൽപാദവരുഹ്യാഥ നാമ ശിരസാമുനിം. തൊഴുതങ്ങോട്ട് നമസ്കരിച്ചിട്ട് പറയാണ്, ആഹതേ സ്വാഗതം ബ്രഹ്മൻ നിഷീതാത്രാസനേക്ഷണം അജാനതാം ആഗതാൻ വ ക്ഷന്തുമർഹതന പ്രഭു. ഞാൻ അറിഞ്ഞില്ല, വലിയ അപരാധം ഞാൻ ചെയ്തത്, തെറ്റ് പറ്റിപ്പോയി, അങ്ങ് ക്ഷമിക്കണം. എന്ത് ശിക്ഷ വേണമെങ്കിൽ തരാം, ഞാൻ സഹിക്കാൻ തയ്യാറാണ്. അങ്ങ് വരുന്ന സമയത്ത് ഞാൻ ഉണർന്നിരിക്കണമായിരുന്നു, ഞാൻ അങ്ങയെ നമസ്കരിക്കണമായിരുന്നു, സ്വീകരിക്കണമായിരുന്നു, പക്ഷെ ഉറങ്ങിപ്പോയി, എന്തീ പറ്റിപ്പോയില്ലേ, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാദം എടുത്ത് മടിയിൽ വെച്ച് താമര പോലുള്ള തൻ്റെ കൈകളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദം അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. എന്നെ ചവിട്ടിയിട്ട് അങ്ങേക്ക് വിഷമായോ വേദനയായോ? അതീവ കോമളവൂ താ, എന്തൊരു മൃദുലമായ പാദമാണ് അങ്ങയുടെ, എൻ്റെ ഈ കാരിരുമ്പ് പോലുള്ള ഹൃദയത്തിൽ ചവിട്ടിയിട്ട് വേദനയായോ അങ്ങേക്ക് ചോദിച്ച് ഇത്യുക്തുവ വിപ്രചരണവും മർദ്ദയൻ സ്വേനപാണിന. തൻ്റെ ആ കൈകളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദം ഒഴിഞ്ഞു കൊടുക്കുകയുണ്ടായത്. തന്നെ ചവിട്ടിയാളുടെ പാദം ഒഴിഞ്ഞു കൊടുക്കണമെങ്കിൽ എത്ര കണ്ട് ആ ഭഗവാന്റെ ഹൃദയത്തിൻ്റെ വലുപ്പം നോക്കൂ. എന്നും ഈ പാടുപടം ഉണ്ടാവും. ഞാൻ പഠിക്കട്ടെ, എന്ത് സജ്ജനങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങരുത്, എഴുന്നേൽക്കണം എന്നുള്ളത് പഠിക്കട്ടെ, അത് പഠിരിക്കട്ടെ എന്ന് സങ്കല്പിച്ച് ആ ശ്രീവത്സം കൊണ്ട് നടക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റു ഈ ഭൃഗു മഹർഷി. എല്ലാ ദിക്കിലും പോയി പാടി നടന്നു, സംശയമൊന്നുമില്ല. ഞാൻ തിരിച്ചറിഞ്ഞു, സത്വഗുണം കൂടാർക്ക, അത് സംശയമില്ല, അത് ഭഗവാനാണ്, വിഷ്ണു ഭഗവാനാണ്, വിഷ്ണു ഭഗവാനാണെന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു നടന്നു. അതാണ് സത്വഗുണം. ശരിക്കും പറഞ്ഞാൽ ശിവനും ബ്രഹ്മാവും വിഷ്ണുവൊക്കെ ഒന്ന് തന്നെ. ഇത് വൈഷ്ണവ പുരാണം ആയതുകൊണ്ട് ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ. നമ്മൾ ആരെ വേണമെങ്കിലും ആരാധിക്കാം. അതെങ്ങനെ വേണം? അത് ഈ ഉദ്ദേശത്തിൽ വേണം. ഹൃദയം ശുദ്ധാവണം, ഭഗവാനെ കിട്ടണം. ഈ ഭാവത്തിലാണെങ്കിൽ ആരെ ഉപാസിച്ചാലും അത് സാത്വികമായിട്ടുള്ള ഉപാസനയാണ്. അത് ഏത് ദേവിയാണെങ്കിലും ഏത് ദേവനെയാണെങ്കിലും. നേരെ മറിച്ച് ഭൗതികമായിട്ടുള്ള നേട്ടം ആഗ്രഹിച്ചാണെങ്കിൽ ആഗ്രഹിച്ചത് നടക്കും, ഇല്ല പറയണില്ല. മൃഗാസുരൻ ആഗ്രഹിച്ചത് നടന്നില്ലേ? അയാളുടെ ആഗ്രഹം ഭസ്മാക്കണം എന്നായിരുന്നു, അതായി. പക്ഷേ ഗുണം ഉണ്ടായില്ല. അതുപോലെയാവും. വേണമെന്ന് ആഗ്രഹിച്ചതൊക്കെ കിട്ടും, പക്ഷെ കിട്ടിയതുകൊണ്ട് നമ്മൾ തന്നെ നശിക്കും. നേരെ മറിച്ച് ഭഗവാനെ ഉപാസിക്കുകയാണെങ്കിലോ ഭഗവാൻ നല്ലോണം നോക്കിയിട്ടേ കൊടുക്കുള്ളൂ, നശിക്കില്ല. നശിക്കാൻ ഭഗവാൻ സമ്മതിക്കില്ല. ഒരു ഉദാഹരണം പറയാം. പണ്ട് അഹങ്കാരം ഉണ്ടായിരുന്നു ആർക്ക്? ഈ അർജുനനും. പിന്നെ അതില്ലാണ്ടിയാക്കിയല്ലോ ഭഗവാൻ. എങ്ങനെ? അതല്ലേ സന്താന ഗോപാലം കഥ. അങ്ങനെയാണ് ആ കഥ വിസ്തരിക്കുന്നത്. പണ്ട് ദ്വാരകയിൽ ഒരു ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണൻ ഉണ്ടാവണ ഉണ്ണികളൊക്കെ മരിച്ചു പോവുകയാണ്. 1, 2, 3 ഒക്കെ മരിക്കുമ്പം ആ ശവശരീരമായിട്ട് ഭഗവാന്റെ അടുത്ത് വരും. ഭഗവാനെ അധിക സ്തുതിക്കും, പിന്നെ കുറേ ചീത്ത പറയും. 9ാമത്തെ ഉണ്ണി ഉണ്ടായപ്പോൾ ആ ഉണ്ണിയും മരിച്ചു. ആ ഉണ്ണിയും കൊണ്ട് അവിടെ എത്തി ഭഗവാനോട് അങ്ങനെ പരാതി പറയുന്ന സമയത്ത് അവിടെ ആരുണ്ട്? താമർജുന ഉപശ്രുത്യ. അവിടെ അന്ന് അർജുനനുണ്ട്. അർജുനൻ ഈ കാഴ്ച കണ്ടപ്പോൾ അർജുനന് തോന്നി, ഇടപെട്ടാലോ, കൃഷ്ണൻ തോറ്റ കേസാ, താൻ വാദിച്ചാലോ. അദ്ദേഹം പിന്നാലെ ഇങ്ങോട്ട് പോയി ബ്രാഹ്മണൻ്റെ എന്നിട്ട് പറഞ്ഞു, അതേ ബ്രാഹ്മണ, ഇനിയൊരു ഉണ്ണി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ രക്ഷിക്കും. അതാണ് അഹങ്കാരം. കൃഷ്ണനെ പറ്റിയില്ല, ഇവർ തനിക്ക് പറ്റും തോന്നുമോ? അങ്ങനെ തോന്നി, പറ്റും, ഞാൻ രക്ഷിക്കുന്നു പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, താനാരാ? തനിക്ക് അങ്ങനെ രക്ഷിക്കാൻ പറ്റുക? ഇവിടെ കൃഷ്ണന് പറ്റണില്ല, ബലരാമന് പറ്റണില്ല, അനിരുദ്ധനും പ്രദ്യുമ്നും സാധിക്കുന്നില്ല. അപ്പോഴാണ് അങ്ങ് വന്നിട്ട് പറ്റുമെന്ന് പറയുക. താൻ ആരാ ചോദിച്ചു. അപ്പം അർജുനൻ പറയാണ്, അങ്ങ് എന്നെ പറ്റി കേട്ടില്ലേ? പാരത്രയം പെരുമ കേട്ടൊരു ഫൽഗുനന്റെ പേരത്തിടാത്ത ചെവി ചേതനയറ്റതത്രേ. എന്നെ പറ്റി കേൾക്കാത്തവരുടെ ചെവി ശവത്തിന്റെ ചെവിയായിരിക്കും. അങ്ങനെ പറ്റി കേട്ടില്ലേ? ഞാനാണ് വില്ലാളി വീരൻ അർജുനൻ. കൃഷ്ണനും ബലരാമനും ഒക്കെ സാധിക്കാത്തത് എനിക്ക് സാധിക്കും. നാഹം സംഘർഷണ, ഞാൻ ബലരാമനല്ല. എന്നാ കൃഷ്ണ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കൃഷ്ണനേക്കാൾ കേമനാണ് ഞാൻ എന്നർത്ഥം. ബലരാമനേക്കാൾ കേമനാ ഞാൻ. അവർക്കൊക്കെ പറ്റാത്തത് എനിക്ക് പറ്റും. അഹം വാ അർജുനോ നാമ, എൻ്റെ പേര് അർജുനൻ എന്നാണ്. ഗാണ്ഡീവം യസ്യ വൈധനു, ഗാണ്ഡീവം എൻ്റെ വില്ലാണ്. ഇത്രയും കേട്ടു. ബ്രാഹ്മണന് മനസ്സിലായി, ലേശം നല്ല അഹങ്കാരം ഇയാൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയില്ലല്ലോ. അപ്പോൾ താൻ എന്താ പറയണു? ഇനിയിപ്പോൾ എനിക്കുണ്ടാവണം ഉണ്ണിയെ താൻ രക്ഷിക്കുന്നതാണോ? ഒന്ന് ചോദിക്കട്ടെ, തന്നെ ഇതിൻ്റെ മുമ്പ് ഇവിടെ കണ്ടില്ല, താൻ ആരാ? എന്താ ഇവിടെയായിട്ട് ബന്ധം? ഇവിടെയായിട്ട് എന്താ ബന്ധം ചോദിച്ചാൽ, ഞാനാണ് ഈ കൃഷ്ണൻ്റെ അനിയത്തിയെ സുഭദ്രയെ കല്യാണം കഴിച്ചത്. അങ്ങനെ പറയൂ, ഒരു വങ്കം കഴിച്ചു എന്ന് കേട്ടിട്ടുണ്ട്, താനായിരുന്നു അല്ലേ? നന്നായി. ഏതായാലും അപ്പം ഇനി ഉണ്ടാവണം ഉണ്ണിയെ അങ്ങ് രക്ഷിക്കും, ഉറപ്പാണ് അല്ലേ? അതെ. അഥവാ അങ്ങേക്ക് പറ്റിയില്ലെങ്കിൽ അങ്ങ് എന്ത് ചെയ്യും? അങ്ങനെ ഉണ്ടാവില്ല, ഞാൻ രക്ഷിക്കും ഉറപ്പാ. അല്ല, അങ്ങക്ക് അഥവാ പറ്റിയില്ലെങ്കിൽ അങ്ങ് എന്ത് ചെയ്യും? അതാണ്. അഥവാ എനിക്ക് പറ്റിയില്ലെങ്കിൽ അർജുനൻ പറയണം, ചൊല്ലാം പറഞ്ഞ പടിപുത്രനപായമൊന്നുമില്ലാതെ കാത്തുതരുവാൻ കഴിയാത്ത പക്ഷം
പുല്ലാണെനിക്കു തനു തീയിലരിച്ചിടും ഞാൻ വില്ലാണു നിൻ തിരുവടിത്തളിരാണു സത്യം. അർജുൻ ഈ ശരീരം എന്ന് പറഞ്ഞ പുല്ല, വാക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങയുടെ മുന്നിൽ എടുത്ത് ചാടും തീയിലേക്ക്. പോരെ. രാമന് സന്തോഷമായി. ഒന്നെങ്കിൽ ഉണ്ണിയെ കിട്ടും, അല്ലെങ്കിൽ ഇയാൾ ചാവുമല്ലോ. രണ്ടാലൊന്നും എന്തായാലും ഉണ്ടാവും. അദ്ദേഹം നേരെ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, അതെ ഇനിയിപ്പോൾ ഒരു ഉണ്ണി ഉണ്ടായാൽ രക്ഷപ്പെടും എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിച്ചു, എന്താ അപ്പം ഇങ്ങനെ പറയാൻ കാരണം? ഒന്നുമില്ല, ഞാനൊരാളെ പരിചയപ്പെട്ടു. അർജുനൻ, ആള് കേമനാ. ആരെ പറഞ്ഞു? അയാളിനെ പറഞ്ഞത്. അത് പോരല്ലോ. അതല്ല, സംഗതി എന്താ വെച്ചാൽ അയാളെ കൊണ്ട് ഞാനൊരു പ്രതിജ്ഞ എടുപ്പിച്ചിട്ടുണ്ട്. എന്താ പ്രതിജ്ഞ? നമുക്കിനി ഉണ്ടാവണ ഉണ്ണിയെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ അയാൾ തീച്ചാടിച്ചാവും. ബ്രാഹ്മണ പത്നി ചോദിച്ചു, അദ്ദേഹം തീച്ചാടിച്ചതിട്ട് നമുക്കെന്താ? അങ്ങനെയല്ല. അദ്ദേഹം ആരാ നിശ്ചണ്ടോ? കൃഷ്ണൻ്റെ അനിയത്തിയെ കല്യാണം കഴിച്ച ആളാ. കൃഷ്ണൻ്റെ അനിയത്തി വിധവയാവാൻ കൃഷ്ണൻ സമ്മതിക്കുമോ? എന്താണ് എങ്ങട്ടാ വിശ്വാസം പോണത്? കൃഷ്ണൻ്റെ അനിയത്തി വിധവയാവാൻ കൃഷ്ണൻ സമ്മതിക്കുമോ? അപ്പോൾ ആര് വന്ന് രക്ഷിക്കും? അർജുനൻ ചാവാൻ ആര് സമ്മതിക്കില്ല? ഭഗവാൻ സമ്മതിക്കില്ല. വന്ന് രക്ഷിച്ചോളും, നമ്മുടെ ഉണ്ണിയെ കിട്ടും എന്നാണ്. അപ്പോഴും ബ്രാഹ്മണൻ്റെ വിശ്വാസം അങ്ങോട്ടന്നെയാണ്. ഏതായാലും ഗർഭിണിയായി 2 മാസം 3 മാസം ബ്രാഹ്മണൻ വന്ന് അർജുനോടെ പിന്നെ വർത്തമാനമൊക്കെ ഉള്ളൂ. ദ്വാരകയ്ക്ക് കയറുന്നു. ജനലിൻ്റെ നിന്ന് അർജുനെ വിളിക്കും, ഇങ്ങോട്ട് വരൂ. അർജുനൻ അങ്ങോട്ട് എണീറ്റ് പോകും. ഇത് കൃഷ്ണൻ കാണും, എങ്ങോട്ടാ പോകണം? ഒന്നുമില്ല ഇവിടെ തെറ്റും. ഒന്ന് നടന്നു വരാം എന്നൊക്കെ പറഞ്ഞാൽ ആര് പോവുകയാണ്? കൃഷ്ണനെ കൂട്ടുന്നില്ല. കാരണം കൃഷ്ണന് പറ്റാത്ത കാര്യമാണല്ലോ. ശരി, അവന് നിർബന്ധിക്കേണ്ട കാര്യം വല്ലാണ്ട് ചോദിക്കണ്ടല്ലോ. തന്നോട് പറയണമെന്ന് ആഗ്രഹമില്ല, പിന്നെ വെറുതെ അതിന് പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ. ഒരു 6-7 മാസമായപ്പം ബ്രാഹ്മണൻ വന്ന് വിളിച്ചു, ഇനി ഇവിടെ നിന്നാൽ പോരാ, അങ്ങോട്ട് വരണം. ശരി, വില്ലു അമ്പൊക്കെ എടുത്ത് അർജുനൻ പോകുന്ന സമയത്ത് ഭഗവാൻ വീണ്ടും ചോദിച്ചു, അർജുന എങ്ങോട്ടാ പോകണു? ഒന്നുമില്ല. വരണോ? ഞാൻ വേണ്ട, വെറുതെ ഇരിക്കുകയാണ്, ഒരു പണിയില്ല. ഇനി 5-6 മാസം ഒരു പണിയില്ല, വെറുതെ ഇരിക്കുക. മനസ്സിൽ ഡ്രൈവറായിട്ട് വരാം, അങ്ങനെയൊക്കെ പോകാറുണ്ട് ഇടയ്ക്ക്. വേണമെങ്കിൽ വരാം. വേണ്ട. ശരി, എന്നാൽ പിന്നെ പോട്ടെ എന്ന് കരുതി ചെന്നു. ആ ലേബർ റൂമിന് ചുറ്റും ശരകൂടാരുണ്ടാക്കി. ഒരു മനസ്സിലിങ്ങനെ കാണുക, ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക? ആ ബ്രാഹ്മണൻ വന്ന് തന്നെ സ്തുതിക്കും. ഒരു ഉണ്ണി ഉണ്ടാവുമല്ലോ ഇപ്പം. പിന്നെ അടുത്ത് വന്നിട്ട് പറയും, കേമൻ തന്നെ താൻ. ഇവിടെ ബലരാമന് സാധിച്ചില്ല, കൃഷ്ണന് സാധിച്ചില്ല, അനിരുദ്ധനും പ്രദ്യുമ്നും സാധിച്ചിട്ടില്ല, അക്കാര്യം തനിക്ക് സാധിച്ചില്ല, താൻ കേമനാന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുട്ടിയുടെ കരച്ചിൽ ഉണ്ടായിട്ടുണ്ട്. വയറ്റാട്ടി കണ്ടിട്ടുമുണ്ട് കുട്ടിയെ, പിന്നെ കാണാനില്ല. പിന്നെ കുട്ടിയുടെ കരച്ചിൽ നിന്നു, പിന്നെ അമ്മയുടെ കരച്ചിലാണ്. കുട്ടി ഉണ്ടായിട്ടുണ്ട്. ഈ അർജുനൻ്റെ കൂടാരം കാരണം എന്തില്ല, ശരീരം തന്നെ കാണാനില്ല. മറ്റത് ഒന്നുമില്ല, ശവം കിട്ടിയിരുന്നു. ശരീരോ വിഹായ ശരീരത്തോടു കൂടി ആളെ കാണാനില്ല. ബ്രാഹ്മണനുണ്ടായ ദേഷ്യം ആണ്. അദ്ദേഹം കേട്ട് വന്ന് ചീത്ത വിളിക്കാൻ തുടങ്ങി. സ്വതവേ ബ്രാഹ്മണർ ചീത്ത വിളിക്കില്ല. ഇനി വിളിച്ചാൽ ആർക്കും കേൾക്കാൻ പറ്റില്ല, അജാതി ചീത്തവും വിളിക്കുക. അദ്ദേഹം അങ്ങോട്ട് വന്നിട്ട് പറയാൻ തുടങ്ങി, താൻ ആരടോ? താൻ എന്താ പറഞ്ഞത്? താൻ കൃഷ്ണനല്ല, അനിരുദ്ധനല്ല, പ്രദ്യുമ്നല്ല, ബലരാമൻ, താൻ ഒന്നുമല്ലടോ എന്നാണ്. തൊട്ടാൽ കുളിക്കണം എടുക്കുക വില്ല്, ചൂണ്ടൽ കെട്ടാൻ കൊടുക്കുക നടിക്കരുത് ആരുമേറെ. തൻ്റെ ഗാണ്ഡീവം വില്ല് എന്തിനു കൊള്ളും? അതിലാ പുഴുവിനെ കെട്ടി തൂക്കിയിട്ട് തൊട്ട് ഭാഗത്ത് വന്നോളൂ, ചൂണ്ടലിട്ടിട്ടെ മത്സ്യത്തെ പിടിക്കാം. വില്ല അത്രേ. അതിലങ്ങോട്ട് അടച്ചു. അർജുനൻ ഇന്ന് വരെ എങ്ങനെ ചീത്ത കേട്ടിട്ടില്ല. അർജുനൻ്റെ രോമൊക്കെ കൊഴിഞ്ഞു ചീത്ത കേട്ടിട്ട്. അർജുനൻ എന്തൊക്കെ അങ്ങോട്ട് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഞാൻ നോക്കാം. എന്ത് നോക്കുക? അദ്ദേഹം വാതിൽ തുറന്നിട്ട് പറഞ്ഞു, ആ മാവ് ഞാൻ വെട്ടിക്കയറി കത്തിക്കും, വന്ന് ചാടിക്കൂല. പാവം അർജുനൻ അറിയണ ദിക്കിലൊക്കെ പോയി ചോദിച്ചു, ആ ബ്രാഹ്മണൻ്റെ ഉണ്ണിയെ കണ്ടിട്ടുണ്ടോ? അവരാരും കണ്ടിട്ടില്ല. അവസാനം യമൻ്റെ അടുത്തെത്തി. യമനോട് ചോദിച്ചപ്പോൾ യമൻ പറഞ്ഞു, ഈ കൂട്ടിലാരും മരിച്ചിട്ടില്ല. 9 കൂട്ടലും 10 കൂട്ടലും മരിച്ചിട്ടില്ല. മരിച്ച അവിടെ ലിസ്റ്റിൽ പേര് വരേണ്ടതാ. മരിച്ചിട്ടില്ല. അത് പുതിയ അറിവാ. പിന്നെന്താ എവിടെയും പോയി? കാണാനില്ല, മരിച്ചിട്ടുമില്ല. എവിടെ പോയി വല്ല അറിവുണ്ടോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് പറയാം. എന്നെക്കാൾ കറുത്തും കൊണ്ടൊരു വിദ്യ എൻ്റെ കൂടെ ഉണ്ടല്ലോ, മയിൽപ്പീലി ചാർത്തിയും കൊണ്ട്. ഒരു പടി മൃതരായി പുത്രൻ എന്നുള്ള ചൊല്ലിൻ ഒരു പുതുമ വരില്ല ധർമ്മജന്മാരിരിക്കെ. ഒരു സമയമിതെങ്ങാം മാധവൻ തൻ്റെ കേളിത്തിരുമറിയിൽ അകപ്പെട്ടുള്ളതാം ഉള്ളതെങ്കിൽ